നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതിപ്പോൾ 6 മാസമായി ഇത് നട്ടിട്ട്. ഇപ്പോഴും ഇത് വിളവ് തരുന്നുണ്ട്. ചിലതിനകത്തൊക്കെ കൊത്തിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈച്ച. ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടുത്തെ വെറൈറ്റി സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് ബട്ടർനട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ഫ്രൂട്ടായിട്ടും അതുപോലെ തന്നെ വെജിറ്റബിളായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട് ടേസ്റ്റ് വരുന്നത് ഒരു പപ്പായയുടെ ടേസ്റ്റ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. ഇനിയുള്ളത് നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പച്ചമുളക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സെറ എന്ന ഇനത്തിൽപ്പെട്ട പച്ചമുളകാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വലിപ്പം വെക്കും, അതുപോലെ തന്നെ നല്ല എരിയുമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ വിളവ് ഒരുപാട് കാലം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നട്ടിട്ട് 2 മാസം പോലും ആകുന്നില്ല. ഇനിയുള്ളത് കോളിഫ്ലവർ ആണേ. ഇതൊരു സീസണൽ ഐറ്റം ആണെന്നറിയാമല്ലോ. ഞാൻ വന്നപ്പോൾ ഇത് വിളവെടുക്കാൻ പരുവമായി നിൽക്കുമായിരുന്നു. നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. ഇതിലൊരു പുഴുക്കുത്തും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ അമ്മ മൂടോടെ പിടിതുകൊണ്ട് വന്നതാണ്. ഇത് മാത്രമല്ല, ഇനി പടവലവും വഴുതനവും തണ്ണിമത്തനും ഒക്കെ കാണിക്കാനായിട്ട് നിൽപ്പുണ്ട്. പടവലവും പാവലും എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കായ്വലിപ്പം ചെറുതാണെങ്കിലും ഇപ്പോഴും ഇത് വിളവ് തരുന്നുണ്ട്. ഇതൊരു ഇരട്ട പടവലമാണ്. പൂർണ്ണമായും ജൈവമായിട്ടാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും കുക്കുംബറായിരുന്നു കൂടുതൽ കിട്ടുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ കുക്കുംബറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പയറും ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. വേണ്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ കൂട്ടത്തിൽ തന്നെ ഒരു വാരത്തിൽ ബ്ലാത്തങ്കര ചീരയും നട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഇപ്പോഴും ഓരോ ജോലിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അമ്പുടൂനെ കൊണ്ടാവുന്നത് അവനും ചെയ്യുന്നുണ്ട്. 2-3 വാരം ഫുള്ള് തക്കാളിയാണ്. തക്കാളി ഇപ്പോൾ നിറച്ച് പിടിച്ച് നിൽപ്പുണ്ട്. പഴുത്തിട്ടില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അതിനകത്ത് കൈ കടത്താൻ പോയില്ല. അടുത്ത തവണ വരുമ്പോഴത്തേക്കിനും എല്ലാം പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മളെല്ലാം പറിച്ചുകൊണ്ട് ഇറങ്ങാൻ നേരത്താണ് ഒരു സാധനം കൂടെ കണ്ടത്. കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി മത്തങ്ങ. കളറ് നോക്കി എന്ത് ഭംഗിയാണെന്ന്. നേരിട്ട് കാണാൻ ഇതിലും രസമാണ്. അങ്ങനെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. ബട്ടർനട്ട് കൂടെ മുറിച്ച് കാണിക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പലരും ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് ഉള്ളിൽ നോക്കുമ്പം നമുക്ക് മത്തങ്ങ പോലെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റും ഏകദേശം മത്തങ്ങ, പപ്പായ അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയാണ് കഴിക്കാൻ പറ്റുക, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൂ കേട്ടോ.